ഒമാനെ ബോംബിട്ട് തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണി. ഒമാന് പൂർണ്ണ പ്രതിരോധ പിന്തുണയുമായി ഇറാൻ. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒമാനെതിരെ നടത്തിയ വിവാദ പരാമർശത്തിനു പിന്നാലെ ഒമാന് പൂർണ്ണ സുരക്ഷാ പിന്തുണയുമായി ഇറാൻ രംഗത്തെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രി ബദർ അൽബുസൈദിയുമായി നടത്തിയ നിർണായക ഫോൺ സംഭാഷണത്തിലാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി ഇറാനിന് കടുത്ത ഐക്യദാർഢ്യം അറിയിച്ചത്. ഒമാൻ നേരിടുന്ന ഏത് തരത്തിലുള്ള സുരക്ഷാ ഭീഷണികളെയും പ്രതിരോധിക്കാൻ രാജ്യം ഒപ്പമുണ്ടാകുമെന്ന് ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിലായിരുന്നു ട്രംപിന്റെ വിവാദപരമായ പ്രസ്താവനയുണ്ടായത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാനുമായി ചേർന്ന് നികുതി ഏർപ്പെടുത്താനുള്ള ഒമാന്റെ നീക്കങ്ങളെ കടുത്ത ഭാഷയിലാണ് ട്രംപ് വിമർശിച്ചത്. ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര ജലാശയമാണ്, അതിൽ ആരുടെയും നിയന്ത്രണം അനുവദിക്കില്ല, ഒമാൻ മറ്റെല്ലാവരെയും പോലെ മര്യാദയ്ക്ക് പെരുമാറണം, അല്ലാത്തപക്ഷം ഞങ്ങൾക്ക് അവരെ ബോംബിട്ടു തകർക്കേണ്ടിവരും എന്നായിരുന്നു ട്രംപിന്റെ പരസ്യമായ ഭീഷണി. യുഎസിന്റെ അടുത്ത സഖ്യകക്ഷിയായ ഒമാനെതിരെയുള്ള ട്രംപിന്റെ ഈ പരാമർശം ആഗോളതലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യയിലെ സമാധാനവും സുസ്ഥിരയും നിലനിർത്താൻ ഇരുരാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് കടലിടുക്കിലെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാൻ ഇരുരാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രിമാർ ആവർത്തിച്ചു. യുഎസിന്റെയും ഇസ്രായേലിന്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾക്കിടയിലും നയതന്ത്ര ചർച്ചകളിലൂടെ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സൈനികമായ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനും ഇറാനും ഒമാനും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ചർച്ചയിൽ തീരുമാനമായി. കൂടുതൽ പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ.